സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ ഫാദർ വർഗീസ് കൂത്തൂർ, ലിൻഡോ കാട്ടുകാരൻ ഈ സെലിബ്രേഷൻ കമ്മിറ്റിയുടെയും ഒക്കെ കൺവീനറാണ്. ഷോണി അക്കര ഞങ്ങളുടെ പള്ളിയിലെ ട്രസ്റ്റിയാണ്, അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗമാണ്. സ്റ്റെയിനി ചാക്കോ മാസ്റ്ററാണ് ഇപ്പോൾ സ്കൂളിനെ ഹെഡ് ചെയ്യുന്നത്. മോഹൻദാസ് സാറ് സ്കൂളിന്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അംഗമാണ്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് 4 മണിക്ക് ഹോളി ഏഞ്ചൽ സ്കൂൾ ഹാളിൽ വെച്ച് അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മറ്റ് വിശിഷ്ട വ്യക്തികളും രാജൻ പല്ലൻ തുടങ്ങിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളൊക്കെ സന്നിഹിതരായിരിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ഗോൾഡൻ ജൂബിലി ഇയറിന്റെ ഒരു തുടക്കം, ഉദ്ഘാടനമാണ്. പിന്നീട് കുറേയേറെ പ്രോഗ്രാമുകൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. 1977 സ്കൂള് ആരംഭിച്ചത്. ഇതിൽ എഴുതിയിട്ടുണ്ട് റൈറ്റപ്പില് സ്കൂളിൻ്റെ വലിയ ഒരു ചരിത്രമുണ്ട്. കുറേയേറെ വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിലൂടെ പഠിച്ച് പുറത്തിറങ്ങി സമൂഹത്തിലെ ഉന്നതരായ പലരുമുണ്ട്. ഇപ്പോൾ അനൂപ് ശങ്കർ തുടങ്ങിയിട്ടുള്ള കുറേയേറെ വ്യക്തികൾ ഈ വിദ്യാലയത്തിലൂടെ പഠിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ 15-ാം തീയതിയിലത്തെ 4 മണിക്കുള്ള പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് 15-ാം തീയതി അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാലയത്തിന്റെ ഹാളിൽ വെച്ച് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് വൈകിട്ട് ഓൾഡ് സ്റ്റുഡൻസിന്റെ ഒരു വലിയ സംഗമം കൂടിയും അന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനും എല്ലാവരും ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ സംഘടിപ്പിക്കുന്ന ഒരു വലിയ ഉദ്യമം ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 1977 മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ വ്യക്തിപരമായും മറ്റു രീതിയിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് ഭംഗിയായിട്ട് അതിൻ്റെ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ്, വിവിധ പരിപാടികളോട് കൂടിയിട്ടുള്ള പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ കൺവീനറായിട്ടുള്ളത് ലിൻഡോ കാട്ടുകാരനാണ്. അദ്ദേഹവും ഇതേക്കുറിച്ച് 2 വാക്ക് പറയും. ഞാൻ 1958 ഹോളി ഏഞ്ചൽസ് സ്കൂൾ പഠിച്ചിറങ്ങിയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. പിന്നീട് പള്ളിയുടെ ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കൺവീനർ ആവുകയും ഇപ്പോൾ അതിൻ്റെ ഈ ഗോൾഡൻ വർഷം അല്ലെങ്കിൽ ഗോൾഡൻ ജൂബിലി വർഷത്തിൻ്റെ കൺവീനറായിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് 1977 മുതൽ കഴിഞ്ഞ വർഷം വരെയുള്ള കുട്ടികളുടെ ഓരോ ബാച്ചുകളാക്കി തിരിച്ച് അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പഠിച്ചിറങ്ങിയ SSLC ബാച്ചിലുള്ള എല്ലാ കുട്ടികൾക്കും ഇൻവിറ്റേഷൻ സ്കൂളിൽ നിന്ന് അയച്ചിട്ടുണ്ട്. പിന്നെ പഴയ അഡ്രസ്സുകളും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ നമ്പർ വഴി വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ നമ്മൾ അവരെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സഹകരണം വേണ്ടത്. ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പരിപാടി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് നമ്മൾ ഈ പ്രസ് കോൺഫറൻസിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അഡ്മിഷൻ രജിസ്റ്റർ പ്രകാരം ഏകദേശം 7000-ഓളം കുട്ടികൾ വന്നു പോയിട്ടുണ്ട്. അത് പല ക്ലാസ്സുകളിൽ വരാം, ഇറങ്ങിപ്പോവാം. SSLC നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഏകദേശം 3000 ചില്ലാനം കുട്ടികളാണ് അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. ആരംഭത്തിലൊക്കെ വളരെ ചെറിയ ബാച്ചുകൾ ഉണ്ടായുള്ളൂ. 14-16 കുട്ടികളുള്ള ഫസ്റ്റ് ബാച്ചുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് വളരെ വിപുലമായിട്ടുള്ള 180-160 കുട്ടികളുള്ള ബാച്ചുകളൊക്കെ ഉണ്ടായിരുന്നത്. ഈ വർഷം SSLCക്ക് നമുക്ക് 18 കുട്ടികളാണുള്ളത്. ഇപ്പോൾ ടോട്ടല് 180 അടുത്ത് ടോട്ടൽ വരുന്നത്. അതായത് കുട്ടികളുടെ സ്കൂളിൻ്റെ അതും കൂടി ഉണ്ട് ഇതിന്റെ ചരിത്രത്തിൽ വരുമ്പോൾ. ആദ്യം നമ്മൾ 1977 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചാലക്കുടി കഴിഞ്ഞ് തൃശ്ശൂരിനിടയ്ക്ക് വളരെ കുറച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെ ഉണ്ടായുള്ളൂ.
ഇപ്പൊ നമുക്ക് എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ഒരു ഡിവിഷൻ എന്നുള്ള രീതി വിട്ടിട്ട് മലയാളം മീഡിയം മാത്രം ഒരു ഡിവിഷൻ ആയിട്ടുള്ള സ്കൂളുകളാണ് ഇപ്പോൾ ഒക്കെ വർക്ക് ചെയ്യുന്നത്. ആ മലയാളം മീഡിയത്തിൽ പോലും 10-ൽ താഴെ കുട്ടികളാണ് പല സ്കൂളുകളിലും കുട്ടികളായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുണ്ടായിരുന്നൊരു ഒരു കുറവ് നമ്മുടെ വിദ്യാലയത്തിലും ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും